കായംകുളക്കാരൊക്കെ ഈ മീൻ കാരലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് കാരലായിരുന്നു കിട്ടിയത്. കുറച്ച് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ചെല്ലാം കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് കാരലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം കൊച്ചുള്ളിയൊക്കെ ഇട്ടാണ് കാരലൊക്കെ കറി വെച്ചത് കേട്ടോ. ഇന്ന് മുളക് കറിയാണ് വെച്ചത്, തേങ്ങാക്കറി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അത് മുളക് കറിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളി ആകുമ്പം രുചി ഇച്ചിരി കൂടുമല്ലോ. ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നിടം വരെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് പച്ചമണം മാറി നല്ലൊരു ഒരു കൂട്ടൊക്കെ നല്ലൊരു മൂത്ത മണമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു മീനൊക്കെ പൊടിയാതെ മീനൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്ത് വാളംപുളിയും ഇട്ട് കൊടുത്ത് കേട്ടോ. വാളംപുളി കുടംപുളി പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്ത് പൊടിയാതെ അതായത് പെട്ടെന്ന് പൊടിയുന്ന മീനായതുകൊണ്ടേ എല്ലാം ചെറുതായിട്ടേ തവിയിട്ട് ഇളക്കത്തുള്ളൂ. തവിയിട്ട് ഒത്തിരി ഇളക്കാൻ പറ്റത്തില്ല, പൊടിഞ്ഞു പോകും. പിന്നെ അടുത്ത് നമുക്ക് ഇച്ചിരി മോര് കാച്ചാന്ന് വെച്ച് അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇച്ചിരി ഉലുവയും മഞ്ഞപ്പൊടിയും ഇച്ചിരി ചെറിയ ജീരകവും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് അതിനകത്തോട്ട് തന്നെ പിന്നെ നമ്മൾ ഈ തൈരും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു കറക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് വിട്ട് പിന്നെ ഒരു പാനിനകത്തോട്ട് ഇച്ചിരി കടുവും താളിച്ച് സെറ്റാക്കി. അപ്പം തൈരും മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പം ഇന്നത്തെ ജോലിയും ഇന്നത്തെ വീഡിയോസും ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, സി യു.